പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സബ് ഡിവിഷൻ ഓഫ് ജേണലിൽ നമ്മൾ കുറേ അധികം ബുക്കുകൾ ഇപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതിൽ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ബുക്കാണ് സെയിൽസ് റിട്ടേൺസ് ബുക്ക്. ആദ്യം സെയിൽസ് റിട്ടേൺസ് ബുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ ഒരു ബുക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്, സെയിൽസ് ബുക്ക്. നമ്മുടെ കസ്റ്റമേഴ്സിന് ഗുഡ്സ് ക്രെഡിറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ രേഖപ്പെടുത്താനുള്ള ബുക്കായിരുന്നു സെയിൽസ് ബുക്ക്. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയ കസ്റ്റമേഴ്സ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സാധനങ്ങൾ തിരിച്ച് നമുക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സെയിൽസ് റിട്ടേൺ എന്നാണ്. നമ്മൾ കസ്റ്റമേഴ്സിന് നേരത്തെ കൊടുത്ത വിറ്റ സാധനങ്ങൾ അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടോ ഡാമേജ് കാരണമോ മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സാധനങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ തരികയാണെങ്കിൽ അതിന് സെയിൽസ് റിട്ടേൺ എന്ന് പറയും. അത്തരം ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി വെക്കാനുള്ള ബുക്കിനെ പറയുന്ന പേരാണ് സെയിൽസ് റിട്ടേൺസ് ബുക്ക്. ഏതെങ്കിലും കസ്റ്റമേഴ്സ് സാധനങ്ങൾ തിരിച്ചു തരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ തയ്യാറാക്കേണ്ട രേഖയെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് നോട്ട്. ഇവിടെയും ക്രെഡിറ്റ് നോട്ട് 2 കോപ്പികൾ തയ്യാറാക്കണം. ഒറിജിനൽ കോപ്പി സാധനങ്ങൾ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് നോട്ടിൻ്റെ കോപ്പി കസ്റ്റമർക്ക് കൊടുക്കണം. അതിൽ രണ്ടാമത്തെ കോപ്പി നമ്മുടെ അക്കൗണ്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ സൂക്ഷിച്ചു വെക്കാം. ഇനി സെയിൽസ് റിട്ടേൺസ് ബുക്കിൻ്റെ ഫോർമാറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതിലും ഫസ്റ്റ് കോളം ഡേറ്റ് കോളം, രണ്ടാമത്തെ കോളം ക്രെഡിറ്റ് നോട്ട് നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞു, സാധനങ്ങൾ കസ്റ്റമേഴ്സ് തിരിച്ചു തന്നാൽ അത്തരം കാര്യങ്ങൾ എഴുതി നമ്മൾ തയ്യാറാക്കുന്ന ഒരു രേഖയാണ് ക്രെഡിറ്റ് നോട്ട്. ആ ക്രെഡിറ്റ് നോട്ടിൻ്റെ നമ്പറാണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. ദെൻ ഏത് കസ്റ്റമറാണോ സാധനങ്ങൾ തിരിച്ചു തന്നിട്ടുള്ളത് ആ കസ്റ്റമറുടെ പേര്, തിരിച്ചു തന്ന സാധനങ്ങളുടെ കാൽക്കുലേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആകെ തിരിച്ചു തന്ന സാധനങ്ങളുടെ വില അല്ലെങ്കിൽ എമൗണ്ടാണ് എമൗണ്ട് കോളത്തിലേക്ക് നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് സെയിൽസ് റിട്ടേൺ ബുക്കിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഒരു ചെറിയ ഇലുസ്ട്രേഷനും കൂടി നമുക്ക് നോക്കാം. Enter the following transactions in the sales return book of Messrs. Vineeth Stores for the month of September 2016. 2016 സെപ്റ്റംബർ മാസത്തെ ഒരു സെയിൽസ് റിട്ടേൺ ബുക്കാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ മാസത്തിൽ 2 റിട്ടേണുകളാണ് ഉള്ളത്. ഒന്നാമത്തെ റിട്ടേൺ 1-ാം തീയതി മേഗാ സ്റ്റേഷനേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമുക്ക് സാധനങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നതാണ്. രണ്ടാമത്തെ റിട്ടേൺ അബ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമുക്ക് സാധനങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ 2 സെയിൽസ് റിട്ടേൺ ആണ് ഈ സെയിൽസ് റിട്ടേൺ ബുക്കിൽ നമുക്ക് രേഖപ്പെടുത്താനുള്ളത്. ഇനി നമുക്ക് സെയിൽസ് റിട്ടേൺ ബുക്ക് ഈ 2 ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഡേറ്റ് 1/9/2016. ഇത് ഗുഡ്സ് കസ്റ്റമർ തിരിച്ചു തന്നാണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ് ഇവിടെ എഴുതാം. ക്രെഡിറ്റ് നോട്ട് നമ്പർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ എഴുതാം. ക്രെഡിറ്റ് നോട്ട് നമ്പർ തന്നില്ലെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ മതി. കസ്റ്റമറുടെ പേര്, മേഗാ സ്റ്റേഷനേഴ്സ്, തിരിച്ചു തന്ന സാധനങ്ങളുടെ എമൗണ്ട്. എൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കാണിക്കാം. ആകെ ഒരു ഐറ്റം മാത്രമാണ് തിരിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ കാൽക്കുലേഷൻ്റെ എമൗണ്ട് നേരിട്ട് എമൗണ്ട് കോളത്തിൽ എഴുതിയാൽ മതി.
രണ്ടാമത്തെ ട്രാൻസാക്ഷൻ 7/9/2016 ക്രെഡിറ്റ് നോട്ട് നമ്പർ 205 കസ്റ്റമറുടെ പേര് അബ ട്രേഡേഴ്സ് 2 സാധനങ്ങൾ തിരിച്ചു തന്നിട്ടുണ്ട് 20 കാർഡ് ബുക്സ് റേറ്റ് എഴുതുക 6 നോട്ട് ബുക്ക് അറ്റ് ദ റേറ്റ് 35 ദെൻ 2 എമൗണ്ട് കൂടി കൂട്ടി നേരത്തെ നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് കൊടുത്ത ഒരു ഐറ്റമാണ് തിരിച്ചെടുക്കുമ്പോഴും ആ ഡിസ്കൗണ്ട് നമ്മൾ ഇതിൽ നിന്ന് കുറക്കണം ബാക്കി വരുന്ന എമൗണ്ടാണ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത് ഇപ്പോൾ 2 ട്രാൻസാക്ഷൻസ് നമ്മൾ എൻ്റർ ചെയ്തു ഇനി സെയിൽസ് റിട്ടേൺ ബുക്ക് ടോട്ടൽ ചെയ്യണം ടോട്ടൽ സെയിൽസ് റിട്ടേൺസ് എന്ന് എഴുതാം ടോട്ടൽ ഇവിടെ എഴുതാം ഇങ്ങനെയാണ് ഒരു സെയിൽസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കുന്നത്